പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനമനുസരിച്ച് കഴിഞ്ഞ ഈ മാസം 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെ എല്ലാ പാർട്ടി സഖാക്കളും എല്ലാ വീടുകളിലും ചെന്നെത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാർട്ടി എന്ന നിലയിൽ CPIയും സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുക, നമ്മുടെ ഗവൺമെൻറ് നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആശയവിനിമയം നടത്തുക, പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും കുറിച്ച് ജനങ്ങൾക്കുള്ള പൊതുവഭിപ്രായ പ്രകടനങ്ങൾ കേൾക്കുക. ആ നിലയിൽ പാർട്ടിയുടെ ജനകീയത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തന പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം പാർട്ടിയുടെ സ്ക്വാഡുകളിപ്പോൾ വീടുകൾ കയറി ആശയവിനിമയം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. ഇന്ന് ഈ പരിപാടി അവസാനിക്കും. കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സ്വീകരണമാണ് പാർട്ടിയുടെ ഈ തുറന്ന സമീപനത്തിന് കിട്ടിയിട്ടുണ്ട്. കേരളം ഒരിക്കലും ഒരു മതവർഗീയ ശക്തികളുടെ നേതൃത്വത്തിലേക്ക് ആളുകളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ ഘടനയ്ക്ക് ഒപ്പം നിൽക്കില്ല എന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള സ്വീകരണങ്ങളാണ് ഈ സഖാക്കൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ വർഗീയവൽക്കരിക്കുക എന്നുള്ളത്, ഇന്ത്യയാകെ വർഗീയവൽക്കരിക്കാൻ ഹിന്ദു തീവ്രവാദ ശക്തികൾ ശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിൻ്റെ പുറത്താണ് കേരളം. മതന്യൂനപക്ഷത്തിന് വലിയ പരിരക്ഷ നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തെ കൂടി വർഗീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തീവ്ര ഹിന്ദുത്വ ശക്തികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിൻബലത്തോടുകൂടി വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. ഈ അവസരത്തിൽ തന്നെ കേരളത്തെ പൂർണ്ണ വർഗീയതയിലേക്ക് എത്തിക്കാൻ ന്യൂനപക്ഷ വർഗീയ ശക്തിയോടും വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. ഈ രണ്ടിൻ്റെയും ഗുണഭോക്താവാനാണ് കോൺഗ്രസ് പരിശ്രമിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഒരു രാഷ്ട്രീയ കളിക്കാണ് നോക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അപക്വമായ രാഷ്ട്രീയ നേതൃത്വമായി അധപ്പതിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി എല്ലാ വർഗീയതയും കേരളത്തിൽ ശക്തിപ്പെടുത്തുക, കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയിലെ സമാധാന അന്തരീക്ഷം തകർക്കുക. അങ്ങനെയാണെങ്കിലും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുന്നത് ഒഴിവാക്കുക എന്നുള്ള നിലയിൽ പൊതുവെ രാഷ്ട്രീയത്തിൽ അസ്വീകാര്യമായ മൂല്യത്തെ കേരളീയ ജനസമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാനുള്ള വലിയ പരിശ്രമം കോൺഗ്രസ് നടത്തുകയാണ്. അധികാരത്തിൽ ഈ ശക്തികളെ എത്തിക്കാൻ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിത്തം വലിയ പണം ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമ മേഖലയിൽ CPM വിരുദ്ധത ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് വിജയിക്കുന്നത് കേരളത്തെ ഇരുട്ടിലേക്ക് നയിക്കും എന്ന തിരിച്ചറിവ് കേരളത്തിലെ സാധാരണ മനുഷ്യനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് CPIM പ്രവർത്തകർക്ക് കേരളത്തിലെ വീടുകളിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വലിയ സ്വീകാര്യത. ജനങ്ങളെല്ലാം അഭിപ്രായപ്പെടുന്നത് നമുക്ക് ഈ അപകടാവസ്ഥയെ മുറിച്ചു കടക്കണം. പ്രാദേശിക തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും സംഭവിച്ചതല്ല കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അതീവ ജാഗ്രതയോടുകൂടി ഈ തീവ്ര വർഗീയവൽക്കരണത്തെ എല്ലാ വർഗീയ ശക്തികളും ഒരുമിച്ച് കേരളത്തിൻ്റെ മതനിരപേക്ഷ മൂല്യബോധത്തെ തകർക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ഒരു ജാഗ്രതയുണ്ട്. ആ ജനങ്ങൾക്കുള്ള ജാഗ്രതയാണ് CPIMനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കരുത്ത്. ഈ വലിയൊരു പ്രസ്ഥാനമാണിത്. ഇന്ന് ഈ കാണുന്ന കേരളം സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഏറ്റവും വലിയ ത്യാഗനിർഭരമായ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. കേരളത്തിലെ മതനിരപേക്ഷതയും കേരളത്തിൻ്റെ സാമ്പത്തിക ജീവിത മേഖലകളിലെ വലിയ പുരോഗതിയും സൃഷ്ടിച്ചെടുക്കാൻ വലിയ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. ഇടതുപക്ഷത്തെ മായ്ച്ചു കളയാൻ ഏറ്റവും മോശപ്പെട്ട ഹീനമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ കേരളത്തിലെ UDF സ്വീകരിക്കുന്നുണ്ട്, കേന്ദ്ര BJP സ്വീകരിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് മലയാളിക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമനുസരിച്ച് ഇപ്പോൾ നടത്തുന്ന ഈ ഗൃഹ സമ്പർക്ക പരിപാടികൾ. ഈ കേരളത്തിൻ്റെ പുരോഗമന മതനിരപേക്ഷ മനസ്സിൽ ഇരുട്ട് കയറ്റാം എന്ന് കരുതുന്ന ശക്തികൾക്കൊപ്പമല്ല കേരളം നിൽക്കാൻ പോകുന്നത് എന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബോധ്യപ്പെടുത്തും എന്നുകൂടി മനസ്സിലാക്കാൻ കിട്ടിയ ഒരവസരം കൂടിയാണ്.